പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഞായറാഴ്ച സുവിശേഷം നമ്മൾ കാണുന്നത് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വചനഭാഗമാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനം. പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. 1 എലിസബത്ത്, 2 സക്കറിയ, 3 യോഹന്നാൻ. ഈ 3 കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. ബൈബിൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമം, മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു ഗ്രന്ഥമാണ്. കാരണം പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവം പരിചയപ്പെടുത്തുന്നത് പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നാണ്. ഒരിക്കലും സാറായുടെ ദൈവം, റബൈക്കയുടെ ദൈവം, റാഹേലിൻ്റെ ദൈവം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതാണ്ട് 16 പ്രവാചക ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ പുരുഷന്മാരുടെ പ്രവചനങ്ങളാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പോലും പ്രവചനമില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ടെമ്പിളിലേക്കുള്ള എൻട്രി പോലും റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. തോറ വായിക്കാനോ അത് പഠിക്കാനോ സ്ത്രീകൾക്ക് അനുവാദമില്ലായിരുന്നു. തോറ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത് കത്തിച്ച് കളയുന്നതാണ് എന്ന് പറഞ്ഞിരുന്ന യഹൂദ റബ്ബിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ ബോൾഡായി ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നത്. 1 മേരി, 1 എലിസബത്ത്. ഈ എലിസബത്ത് എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. കാരണം നമുക്കറിയാം സക്കറിയാക്കും ജോസഫിനും മേരിക്കും ഒക്കെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അവരെ ബലപ്പെടുത്തുന്നുണ്ട്, അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു മാലാഖയും എലിസബത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒരിടത്ത് നമ്മൾ വായിക്കുന്നില്ല. ഒരു മാലാഖയും വരാതിരുന്നിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ, ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. നാട്ടുകാരാണ് എലിസബത്തിൻ്റെ കുഞ്ഞിന് പേരിടുന്നത്. അവൻ്റെ പേര് സക്കറിയ എന്നായിരിക്കണം. അപ്പോൾ എലിസബത്ത് പറയാണ്, അല്ല, കുഞ്ഞിൻ്റെ പേര് ജോൺ എന്നാണ്. നാട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ നേരെ സക്കറിയയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ സക്കറിയ എഴുതി കാണിക്കുകയാണ് അവൻ്റെ പേര് ജോൺ എന്നാണ്. അവർ നാട്ടുകാരോട് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ജോൺ എന്നാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളാണ് സ്വപ്നം കാണേണ്ടത്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കേണ്ടത് നാട്ടുകാരല്ല, നമ്മളാണ്. വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ദമ്പതികൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ മകനെ സമർപ്പിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നൊരു കഥാപാത്രം സക്കറിയാണ്. മ്യൂട്ട് ചെയ്യപ്പെട്ട സക്കറിയയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. പുരോഹിതനായിരുന്നു, ദേവാലയത്തിൻ്റെ അകത്തായിരുന്നു, ധൂപാർപ്പണ സമയമായിരുന്നു, ഇത്രയും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ടായിരുന്നു. എന്നിട്ടും സക്കറിയ അവിശ്വസിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഒരു പുരോഹിതനായിട്ട് ഇപ്പോൾ 25 വർഷമാകും. എനിക്കറിയാം എൻ്റെ ഉള്ളിലൊരു സക്കറിയ ഉണ്ട്, ഒരു സന്ദേഹിയുണ്ട്. കാരണം ഒരുപാട് മനുഷ്യർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് അവരോട് നമ്മൾ വാഗ്ദാനം ചെയ്യും. ഓരോ കുർബാനയിലും നമ്മൾ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ജോലി കിട്ടാത്ത മനുഷ്യർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിടുന്നവർ. ചിലപ്പോൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ അത്ഭുതമൊന്നും നടക്കാണ്ടാകുമ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാനും സംശയിച്ചിട്ടുണ്ട്. കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്? പലപ്പോഴും ചിലപ്പോൾ ഒരു കുർബാന കഴിയുമ്പോൾ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ സങ്കീർത്തിയുടെ പുറകിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് തരും, അച്ഛാ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അച്ഛാ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി, പരീക്ഷയിൽ പാസ്സായി മോള്. അപ്പോൾ ദൈവം ഇങ്ങനെ കാത്തിരിപ്പ് നടത്തുന്നത് അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഓർക്കുന്നു എന്നതാണ് സക്കറിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സഖാർ യാഹ്വേ, ഗോഡ് റിമെമ്പേഴ്സ്, യാഹ്വേ റിമെമ്പേഴ്സ്. ദൈവം ഓർക്കുന്നത് നമ്മുടെ പാപങ്ങളല്ല, നമ്മുടെ കുറവുകളല്ല. ദൈവം ഓർക്കുന്നത് അവൻ കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ്, അവൻ കൊടുത്തിട്ടുള്ള ഉടമ്പടിയാണ്. സോ ഗോഡ് റിമെമ്പേഴ്സ് ഹിസ് പ്രോമിസ്, ഗോഡ് റിമെമ്പേഴ്സ് ഹിസ് ഓത്ത്. ഏലീഷവ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ ശപഥം എന്നാണ്. ഗോഡ് ഈസ് മൈ പ്രോമിസ്. അപ്പോൾ ദൈവം തൻ്റെ ശപഥം, തൻ്റെ വാഗ്ദാനം ഓർക്കുകയാണ്. അതാണ് സക്കറിയ എലിസബത്ത് ദമ്പതികൾ. അവർക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ പേരെന്താ? ജോൺ എന്നാണ്. യാഹനാൻ, ഗോഡ് ഷോസ് ഹിസ് മേഴ്സി, അല്ലെങ്കിൽ ഗോഡ് ഈസ് മേഴ്സിഫുൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
ദൈവം കരുണയാണെന്ന് ആ കുടുംബം അറിയുകയാണ്, അനുഭവിക്കുകയാണ്. ഇനി ഈ യോഹന്നാൻ ആരാ? ദൈവം അയച്ച മനുഷ്യൻ എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം യോഹന്നാനെ പരിചയപ്പെടുന്നത്. ദൈവം അയച്ച മനുഷ്യൻ. ഈ യോഹന്നാൻ വളർന്നത് ഐൻകാരയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിനെക്കുറിച്ച് പറയുന്നത് വീഞ്ഞിന്റെ താഴ്വര എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഐൻ സ്പ്രിങ് അല്ലെങ്കിൽ ഫൗണ്ടൻ ഓഫ് വിനയാൾ. അപ്പോൾ വീഞ്ഞിന്റെ താഴ്വരയിൽ വളർന്ന സ്നാപക യോഹന്നാൻ വീഞ്ഞു കുടിക്കാത്തവനായിട്ട് വളർന്നു. ഈ സ്നാപക യോഹന്നാൻ അവൻ്റെ മാതാപിതാക്കളാണ് സക്കറിയ, എലിസബത്ത്. ഈ കുടുംബം നമ്മുടെ മുമ്പിൽ തരുന്ന ആ വലിയ സന്ദേശം എന്താണ്? ദൈവം തൻ്റെ വാഗ്ദാനം, തൻ്റെ ശപഥം ഓർക്കും. അപ്പോൾ കാത്തിരിപ്പുകൾ വെറുതെയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ സന്ദേഹങ്ങളും വെറുതെയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ലൂക്ക 1:20 നിന്ന് ലൂക്ക 1:64 യാത്രയാണ് സക്കറിയയുടെ ജീവിതം. മ്യൂട്ട് ചെയ്യപ്പെട്ടവൻ പിന്നെ അൺമ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ, സൈലൻസ് ചെയ്യപ്പെട്ടവൻ പിന്നെ വാ തുറക്കാൻ അനുവാദം കിട്ടിയപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാണ്. ഇത് ദൈവത്തിൻ്റെ സ്തുതിക്കുന്ന സമയമാണ്. കാരണം യോഹന്നാൻ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് യേശു ക്രിസ്തുവാണ്, രക്ഷകൻ. സ്റ്റാറ്റ്യൂ ഉണ്ട്. കർത്താവായ യേശുവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണല്ലോ, ഞങ്ങളുടെ കാത്തിരിപ്പുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഒന്നും വെറുതെ ആകുന്നില്ലെന്ന്. കർത്താവെ, അങ്ങയുടെ ഉടമ്പടി, അങ്ങയുടെ വാഗ്ദാനം അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങ് കണ്ടിട്ടുള്ള വലിയ ആ വാഗ്ദാനവും ഞങ്ങളുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം സഫലമാക്കി തീർക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സ്വപ്നമനുസരിച്ച്, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് വളർത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.